നമ്മുടെ വേവി കർവ് മെത്തേഡ് ഉണ്ടല്ലോ, വേവി കർവ് മെത്തേഡിനകത്ത് ന്യൂമറേറ്ററിലോ ഡിനോമിനേറ്ററിലോ ഒരു ക്വാഡ്രാറ്റിക് വരികയാണ്. ആ ക്വാഡ്രാറ്റിക് എന്ന് പറയുന്നത് അതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് <0 വരുന്ന ഒരു ക്വാഡ്രാറ്റിക് വരികയാണെന്ന് ഇരിക്കട്ടെ. ഡിസ്ക്രിമിനൻ്റ് <0 വരുന്ന ക്വാഡ്രാറ്റിക് വന്നു കഴിഞ്ഞാൽ അത് ഒന്നെങ്കിൽ ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ എപ്പോഴാണ് പോസിറ്റീവ് എപ്പോഴാണ് നെഗറ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെയുള്ള x² കോഎഫിഷ്യൻ്റ് ഉണ്ടല്ലോ, അതായത് എ എന്ന് പറയുന്നത് >0യും ഡി എന്ന് പറയുന്നത് <0യും വന്നാൽ ആ ക്വാഡ്രാറ്റിക് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. സോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇനീക്വാളിറ്റിയുടെ കേസിൽ ഇനീക്വാളിറ്റിയുടെ സൈന് അതുപോലെ തന്നെ ഉണ്ടാവും, ചേഞ്ച് ആവത്തില്ല. എന്നാൽ ഈ ക്വാഡ്രാറ്റിക് തന്നതിൽ ഡി നമുക്ക് <0 കിട്ടി, അതേപോലെ തന്നെ അതിൻ്റെ x² കോഎഫിഷ്യൻ്റ് <0 ആണെന്ന് ഇരിക്കട്ടെ. <0 ആണെങ്കിൽ ഈ ക്വാഡ്രാറ്റിക് എന്ന് പറയുന്നത് ഓൾവേസ് നെഗറ്റീവായിട്ടുള്ള ഒരു ക്വാഡ്രാറ്റിക് ആയിരിക്കും. അപ്പോൾ നമുക്കതിൻ്റെ സൈൻ എന്താണെന്നുള്ളത്, പ്രോപ്പർ സൈൻ എന്താണെന്നുള്ളത് മനസ്സിലായി. സോ അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇനീക്വാളിറ്റിയുടെ മറ്റേ സൈഡിലോട്ട് വേണമെങ്കിൽ നമുക്കതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷേ നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇനീക്വാളിറ്റിയുടെ സൈന് ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് തരികയാണ്. x² + 4x + 5 എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ആണെന്ന് ഇരിക്കട്ടെ. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, b² - 4ac നോക്കാം. b² - 4ac എന്ന് പറഞ്ഞാൽ 4² - 4 × 1 × 5. സോ 16 - 20 ചെയ്യുമ്പോൾ -4 എന്ന് നമുക്ക് കിട്ടി, വിച്ച് ഇസ് <0 ആണ്. അപ്പോൾ ഡിസ്ക്രിമിനൻ്റ് <0 കിട്ടി. ഡിസ്ക്രിമിനൻ്റ് <0 ആയതുകൊണ്ട് ഇത് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദെൻ ഇവിടുത്തെ എ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് >0 ആണെന്നും കിട്ടി. സോ ദിസ് ക്വാഡ്രാറ്റിക് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ, ദിസ് ക്വാഡ്രാറ്റിക് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ദെൻ അടുത്ത ഒരു ക്വാഡ്രാറ്റിക് തരികയാണ്. -2x² + 3x - 5. സോ അതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് കണ്ടുപിടിക്കുമ്പോൾ 3² - 4 × -2 × -5 എന്ന് കിട്ടും. സോ അത് ചെയ്യുമ്പോൾ 9 - 40 എത്ര കിട്ടും, -31 <0 എന്ന് വരും. അതേപോലെ തന്നെ എ എന്ന് പറയുന്നതും <0 ആണ്. സോ ഇത് ഓൾവേസ് നെഗറ്റീവ് ആയിട്ടുള്ളൊരു ക്വാഡ്രാറ്റിക്കാണ്. ഇനി എന്താണ് ഇത്, നമ്മൾ ഇനീക്വാലിറ്റി ക്വസ്റ്റ്യൻസിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, x² - 5x - 24 is by x² + 2x + 3 is <0 എന്ന് വന്നു. സോ ഇനി എന്ത് ചെയ്യണം, ഇത് നോക്കുക. ഇത് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം, x - 8 × x + 3 ചെയ്താൽ ഈ ക്വാഡ്രാറ്റിക് ഫാക്ടേഴ്സാണ് ഇത് രണ്ടും. ദെൻ ഈ ഒരു ക്വാഡ്രാറ്റിക് നോക്കുമ്പോൾ ഇവിടെ നമ്മൾ b² - 4ac ചെയ്യുകയാണ്. അതായത് 2² - 4 × 3 × 1. സോ 4 - 12 എന്ന് വരും, -8 ആണ് ഇവിടെ വരുന്നത്. സോ -8 is <0 ആണ്. ആൻഡ് ഇവിടെ എ എന്ന് പറയുന്ന >0 വന്നിട്ടുണ്ട്. സോ ഇത് ഓൾവേസ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്വാഡ്രാറ്റിക് ആണ്, x² + 2x + 3. സോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് 0 കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോഴത്തെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, ബിക്കോസ് ഇത് ഓൾവേസ് പോസിറ്റീവ് ആണ്. ഓൾവേസ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇനീക്വാളിറ്റിയുടെ സൈന് ചേഞ്ച് ആവത്തില്ല. ഇനി എന്ത് ചെയ്യണം, ഇത് നമ്മൾ നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8ഉം -3ഉം ആണ് ഇവിടുത്തെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്. ഇനി എന്ത് ചെയ്യണം, റൈറ്റ് സൈഡ് പോസിറ്റീവ്, ദെൻ നെഗറ്റീവ്,
പോസിറ്റീവ് ബിക്കോസ് പവർ എല്ലാം എന്താണ് ഇവിടെ എല്ലാം ഓഡ് പവേഴ്സാണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് എന്ന് എഴുതി. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ലെസ് ദാൻ 0 ആണ്. ആ റീജിയൻ ഇതായിരിക്കും. അതേപോലെ തന്നെ ഈക്വൽ ടു വരാത്തത് കൊണ്ട് തന്നെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സിൽ നമ്മൾ ഹോളോ സർക്കിളാണ് മാർക്ക് ചെയ്യുക. ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ അവിടെ എന്ത് കിട്ടും? എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവെൽ -3,8 എന്ന് കിട്ടും. ഓപ്പൺ ഇൻ്റർവെൽ -3,8 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് x² + 3x + 2 ഇൻറ്റു x - 5 ബൈ x² + 4x + 5 is greater than 0. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും അല്ലേ? x+2 ഇൻറ്റു x+1 ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ്. സോ x+2 ഇൻറ്റു x+1 ചെയ്തു ഇൻറ്റു x - 5 ആണ്. ഇനി താഴത്തത് നോക്കുക. താഴെ x² + 4x + 5 ആണ്. ഇത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യം d നോക്കും. d എന്ന് പറഞ്ഞാൽ b² - 4ac ചെയ്യുമ്പോൾ 16 - 4 × 5. സോ 16 - 20 കിട്ടും. അത് -4 ആണ്. നേരത്തെ നമ്മളിവിടെ കിട്ടിക്കഴിഞ്ഞു. അത് തന്നെയാണ് ഇവിടെ. അപ്പോൾ മൈനസ് ആകുമ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഓൾവേസ് നെഗറ്റീവായിട്ടുള്ള ഓൾവേസ് നെഗറ്റീവാണ്. സോ ഇത് ഡി ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓൾവേസ് നെഗറ്റീവ് അല്ല, ഡി ആണ് ഇവിടെ <0 ആണ്. ആൻഡ് ഓൾസോ ഇവിടുത്തെ എ എന്ന് പറയുന്നത് <0 ആണ്. ഡി <0, എ <0 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ സൈൻ ഓഫ് ദി ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യത്തില്ല. ദെൻ നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് 5 -1 -2 പ്ലസ് മൈനസ് പ്ലസ് മൈനസ് ആൻഡ് ഇവിടെ <0 ആണ് ചോദിച്ചിരിക്കുന്നത്. സോ പ്ലസ് ആയിട്ടുള്ള റീജിയൻസ് മാർക്ക് ചെയ്യുക. ദെൻ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഒന്നും ഇൻക്ലൂഡഡ് അല്ല, കാരണം ഇവിടെ > മാത്രമേ ഉള്ളൂ, ഈക്വൽ ടു ഇല്ല. സോ അവിടെയെല്ലാം ഹോളോ സർക്കിൾ നമ്മൾ മാർക്ക് ചെയ്യും. ദെൻ ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ x ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവെൽ -2 to -1 യൂണിയൻ 5 to ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനീക്വാളിറ്റി സോൾവ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ ഇതുപോലത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് എല്ലാം വലിയ ക്വസ്റ്റ്യൻസും ചോദിക്കാം. അപ്പോൾ അതിലെല്ലാം നമുക്ക് ഇനീക്വാലിറ്റിക്കകത്ത് ഈ എക്സിൻ്റെ എക്സ്പ്രഷൻ തന്നതിൽ ക്വാഡ്രാറ്റിക് വന്നു. ക്വാഡ്രാറ്റിക് എന്ന് പറയുന്ന ഫാക്ടറൈസബിൾ അല്ല. അതിൻ്റെ ഡി എന്ന് പറയുന്നത് നെഗറ്റീവ് വരുന്ന ക്വാഡ്രാറ്റിക് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഡി നെഗറ്റീവ് വരുന്ന ക്വാഡ്രാറ്റിക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ക്വാഡ്രാറ്റിക്കിൻ്റെ സൈനാണ്. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കുക. അപ്പോൾ പോസിറ്റീവ് ആണെന്നുള്ളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് ഡി നെഗറ്റീവ് വന്നു, അതേപോലെ തന്നെ x² കോഎഫിഷ്യൻറ്റ് പോസിറ്റീവ് വന്നു കഴിഞ്ഞാലാണ് ആ ഒരു ക്വാഡ്രാറ്റിക് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. ഓൾവേസ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്വാഡ്രാറ്റിക്കിനെ നമുക്ക് ഇനീക്വാളിറ്റി വന്നു കഴിഞ്ഞാലും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ പോസിറ്റീവ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഓഫ് ദ ഇനീക്വാലിറ്റി റിവേഴ്സ് ചെയ്യത്തില്ല, സെയിം സൈൻ തന്നെ ആയിരിക്കും. ഇനി ഈ ക്വാഡ്രാറ്റിക് ഡി നെഗറ്റീവും കിട്ടി, എന്നാൽ x² കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള എ നെഗറ്റീവുമാണെങ്കിൽ ഈ ഒരു ക്വാഡ്രാറ്റിക് ഓൾവേസ് നെഗറ്റീവ് ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് ആയിരിക്കും. ഓൾവേസ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ ഇനീക്വാളിറ്റിയുടെ അപ്പുറത്തോട്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇനീക്വാളിറ്റി സൈന് റിവേഴ്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് d<0 വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനീക്വാലിറ്റി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് x² plus 3x plus 1 into x² plus 3x minus 3 greater than or equal to 5 ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇത് സോൾവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാം.
ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1ഉം അതേപോലെ തന്നെ എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 3 പ്ലസ് 3x മൈനസ് 3 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് രണ്ടിനും കോമൺ ആയിട്ടുള്ളത് പ്ലസ് 3x ആണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് 3x എന്നതിനെ നമ്മൾ ടി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടി പ്ലസ് 1 ഇൻറ്റു ടി മൈനസ് 3 ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് വന്നു. ഇനി ഈ 5നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരിക. അതായത് ടി പ്ലസ് 1 ഇൻറ്റു ടി മൈനസ് 3 മൈനസ് 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വന്നു. ഇനി ചെയ്യാനുള്ളത് ടി സ്ക്വയർ മൈനസ് 3t പ്ലസ് ടി മൈനസ് 3 മൈനസ് 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ടി സ്ക്വയർ മൈനസ് 2t മൈനസ് 8 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ ടി മൈനസ് 4 ഇൻറ്റു ടി പ്ലസ് 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഈ ടിക്ക് നമ്മൾ ആദ്യം ഉള്ള വാല്യൂ ഉണ്ടല്ലോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എക്സ് സ്ക്വയർ പ്ലസ് 3x മൈനസ് 4 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതിനെ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്നത് എക്സ് പ്ലസ് 4 ഇൻറ്റു എക്സ് മൈനസ് 1 ആണ്. ഇതിനെ ഫാക്ടറൈസ് ചെയ്യുന്നത് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി ഇതിനെ നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യണം. നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ -4 -1 -2 1 -4 -2 -1 1. അപ്പോൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇനി എല്ലാ പവേഴ്സും ഓടാണെന്നുള്ളതും കണ്ടു. റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആണ്. സോ റൈറ്റ് ഹാൻഡ് സൈഡ് പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ദെൻ സൈൻ ചേഞ്ച് ചെയ്തുകൊണ്ട് വരിക. ഇനി ഗ്രേറ്റർ ആയിട്ടുള്ള റീജിയൻസ് ആണ് ഇവിടെ മാർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് 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 ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും ഈക്വൽ ടു സൈന് ഉള്ളതുകൊണ്ട്. സോ ക്രിട്ടിക്കൽ പോയിൻറ്റ്സിലെല്ലാം നമ്മൾ ഡാർക്ക് സർക്കിൾ മാർക്ക് ചെയ്തു. ഇനി എക്സിൻ്റെ വാല്യൂ എന്താ? എക്സ് ബിലോങ്സ് ടു -∞ ടു -4 യൂണിയൻ -2 ടു -1 യൂണിയൻ 1 ടു ഇൻഫിനിറ്റി. ഇങ്ങനെ കിട്ടി 1 ടു ഇൻഫിനിറ്റി. സോ ഇതാണ് എക്സിൻ്റെ വാല്യൂസ്. ഓക്കെ, അപ്പോൾ നമുക്കിതുപോലെ ഒരേപോലത്തെ എക്സ്പ്രഷൻസ് വന്നു കഴിഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള ടേംസിനെ നമ്മൾ ടീന്ന് കൊടുക്കും. ടീന്ന് കൊടുത്തിട്ടാണ് ഇവിടെ സോൾവ് ചെയ്യുന്നത്. ടി പ്ലസ് 1 ഇൻറ്റു ടി മൈനസ് 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് ചെയ്തു. ദെൻ 5നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവന്നു, സോൾവ് ചെയ്തു. ഓക്കെ, ദെൻ നമുക്കിപ്പോൾ ഡബിൾ ഇനീക്വാളിറ്റി വരാം. ഡബിൾ ഇനീക്വാളിറ്റി അതായത് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് എന്ന് വരികയാണെന്ന് ഇരിക്കട്ടെ. ഇങ്ങനെയാണ് വന്നതെന്ന് ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ചെയ്യാനുള്ളത് നമ്മൾ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എക്സും അതേപോലെ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സും ഇത് രണ്ടും നമ്മൾ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ റീജിയനാണ് നമ്മൾ എടുക്കാനുള്ളത്. ഇൻ്റർസെക്ഷനാണ് ഇവിടെ എടുക്കാനുള്ളത്. ഓക്കെ, അതായത് എക്സ് സ്ക്വയർ മൈനസ് 5x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 24 ആൻഡ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇത് ചെയ്യുക, ഈ ഒരു റീജിയൻ ചെയ്യുക. അതായത് എക്സ് സ്ക്വയർ മൈനസ് 5x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 24. സോ എക്സ് സ്ക്വയർ മൈനസ് 5x മൈനസ് 24 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇത് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? എക്സ് മൈനസ് 8 ഇൻറ്റു എക്സ് പ്ലസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി ഇത് നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുക. നമ്പർ ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് -3ഉം 8ഉം ഉണ്ട്. സോ പ്ലസ് മൈനസ് പ്ലസ് എന്ന് വരും. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഈ നെഗറ്റീവ് റീജിയണും ഈ ക്രിട്ടിക്കൽ പോയിൻറ്റ്സും
ഇൻക്ലൂഡഡ് ആയിരിക്കും അല്ലേ. ഇനി രണ്ടാമത്തത് എക്സ് സ്ക്വയർ മൈനസ് 5x ഗ്രേറ്റർ ദാൻ 0 ഉണ്ട്. അതായത് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 5 ഗ്രേറ്റർ ദാൻ 0. സോ ഇവിടുത്തെ നമ്പർ ലൈനിൽ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് 0 ഉണ്ടാവും 5 ഉണ്ടാവും. ദെൻ പ്ലസ് മൈനസ് പ്ലസ് എഴുതി ഗ്രേറ്റർ ദാൻ ആണ് ഇവിടെ ഉള്ളതെങ്കിൽ നമ്മൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് അല്ല പ്ലസ് മൈനസ് പ്ലസ് എഴുതി. ഇനി ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഇൻക്ലൂഡഡ് ആണോ? അല്ല, ഈക്വൽ ടു ആണ്. സോ ഈക്വൽ ടു ഇവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഇൻക്ലൂഡഡ് അല്ല. ദെൻ ഗ്രേറ്റർ ദാൻ ഇനീക്വാലിറ്റി ആണ് ഇവിടെ ഉള്ളത്, അതുകൊണ്ട് പോസിറ്റീവ് റീജിയൻസ് നമ്മൾ മാർക്ക് ചെയ്യും. പോസിറ്റീവ് റീജിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് 5 to ഇൻഫിനിറ്റിയും മൈനസ് ഇൻഫിനിറ്റി ടു 0 വരെയുള്ള റീജിയൻസ് ആയിരിക്കും മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഇതിനെ എല്ലാത്തിനെയും കൂടെ ഒരു നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ 0, 5, 8, -3. ഇനി ആദ്യത്തേൻ്റെ റീജിയൺ ഏതാണ്? -3 to 8 വരെയാണ്. അപ്പോൾ -3 to 8 വരെയാണ് ആദ്യ റീജിയൻ. രണ്ടാമത്തെ റീജിയൻ 5 to ഇൻഫിനിറ്റിയും മൈനസ് ഇൻഫിനിറ്റി ടു 0 വരെയാണ്. അപ്പോൾ ഇവിടെ -ഇൻഫിനിറ്റി ടു 0, 5 to ഇൻഫിനിറ്റിയാണ്. സോ ഇവിടെ കോമൺ ആയിട്ടുള്ള ഏരിയ ഏതാണ്? ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ കോമൺ ആയിട്ടുള്ള ഏരിയ ഇതും പിന്നെ ഇവിടെ ഇതും വരും. അതായത് -3 ഇവിടെ ഇൻക്ലൂഡഡ് ആണോ? -3 ഇൻക്ലൂഡഡ് ആണ്. സോ -3 to 0 യൂണിയൻ 5 to 8. 8ഉം -3യും ഇൻക്ലൂഡഡ് ആണ്, 0യും 5ഉം എക്സ്ക്ലൂഡഡ് ആണ്. 0യും 5ഉം ഇവിടെ എക്സ്ക്ലൂഡഡ് ആണ്. സോ ഇതാണ് എക്സിൻ്റെ വാല്യൂ. ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ ഇതാണ്. അപ്പോൾ ഡബിൾ ഇനീക്വാളിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെയാണ് ചെയ്യുക. രണ്ട് ഇനീക്വാലിറ്റി സെപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോഴാണ് നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത്. ഇനി വേറൊരെണ്ണമുണ്ട്. വേറൊരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ഫാക്ടർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കോമൺ ഫാക്ടർ അതായത് ഇപ്പോൾ x-3, x+2, x+4 by x-8, x-6, x-5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാനുള്ളത് ആദ്യം നോക്കേണ്ടത് നമ്മൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ആണ്. പക്ഷേ ഈ x+2 ഡിനോമിനേറ്ററിലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ x+2 എന്ന് പറയുന്ന ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? നമുക്കതിനെ ക്യാൻസൽ ചെയ്തിട്ട് പറയാം x=not -2 അങ്ങനെ പറയാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ x+2 പവർ 0 എന്നാണ് ഇവിടെ കിട്ടുന്നത്. 0 എന്നാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുമല്ലോ. നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് -2 എന്ന് പറയുന്ന ക്രിട്ടിക്കൽ പോയിൻറ്റ് ഇൻക്ലൂഡഡ് ആയിരിക്കില്ല എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരുപോലെ ഒരു ടേം വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഇൻക്ലൂഡഡ് ആയിരിക്കില്ല, അവിടെ ഹോളോ സർക്കിൾ ആയിരിക്കും. ഓക്കെ, അത് ഓർത്ത് വയ്ക്കാം. ഇവിടുത്തെ കേസിൽ x+2 പവർ 0 ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇത് ഒരു ഈവൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ പവർ ഈവൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സപ്പോസ് ന്യൂമറേറ്ററിൽ x+2 പവർ 5ഉം ഡിനോമിനേറ്ററിൽ x+2 പവർ 2 ആണ് ഉള്ളതെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ എഴുതുന്ന ക്രിട്ടിക്കൽ പോയിൻറ്റ് -2 ആണ്. -2 ഡിനോമിനേറ്ററിലായതുകൊണ്ട് തന്നെ ഹോളോ സർക്കിൾ ആയിരിക്കും. എന്നാൽ ഇവിടെ പവർ എഴുതുന്ന സമയത്ത് നമുക്ക് എത്ര വരും? x+2 പവർ 3 എന്നാണ് വരിക. അതായത് a⁴m/a⁴n വന്നു കഴിഞ്ഞാൽ a⁴m-n ആണ് അല്ലേ. അതേപോലെ തന്നെയാണ് ഇവിടെ x+2 പവർ 5/x+2 പവർ 2 വന്നു കഴിഞ്ഞാൽ
നമുക്ക് എത്ര കിട്ടും? എക്സ് പ്ലസ് 2 പവർ 3 എന്നാണ് വരുന്നത്. 3 എന്ന് വന്നു കഴിഞ്ഞാൽ ഇത് ഓഡാണ്. ഓഡ് വന്നു കഴിഞ്ഞാൽ എന്താണ്? ഓഡ് വന്നു കഴിഞ്ഞാൽ സൈൻ ഓഫ് ദി ഇനീക്വാളിറ്റി അല്ല, സൈൻ ഓഫ് ദി ഇനീക്വാളിറ്റി അല്ല, ആ റീജിയൻ്റെ സൈൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യും. അതായത് അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ പോസിറ്റീവ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരുമ്പോൾ അത് നെഗറ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നോക്കുക, പവർ നോക്കുക, ഓഡാണോ ഈവൻ ആണോ എന്ന് നോക്കുക, ഹോളോ സർക്കിൾ മാർക്ക് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ റിപ്പീറ്റഡ് ഫാക്ടേഴ്സ് അല്ല, കോമൺ ഫാക്ടേഴ്സ് ഇൻ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ വരുമ്പോൾ. ഇനി റിപ്പീറ്റഡ് ഫാക്ടേഴ്സ് ഇൻ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഉണ്ടാവും. റിപ്പീറ്റഡ് ഫാക്ടേഴ്സ് ഇൻ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ വന്നെന്ന് വെച്ചോ. എക്സ് പ്ലസ് 3 സ്ക്വയർ, എക്സ് പ്ലസ് 4 സ്ക്വയർ, എക്സ് പ്ലസ് 8 സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഡിനോമിനേറ്ററിനകത്ത് എക്സ് മൈനസ് 5 പവർ 2, എക്സ് പ്ലസ് 9 പവർ 3 ഇങ്ങനെയൊക്കെ വന്നെന്ന് വെച്ചോ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ -3, -4, -8 എന്ന് പറയുന്ന ക്രിട്ടിക്കൽ പോയിൻറ്റ്സിൽ അതിൻ്റെ എല്ലാം പവർ ഈവനാണ്. ഈവൻ ആയിക്കഴിഞ്ഞാൽ സൈന് ചേഞ്ച് ആവില്ല. ഓഡായി കഴിഞ്ഞാൽ സൈന് ചേഞ്ച് ആവും. അതായത് ഇതിപ്പോൾ ഇവിടെ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുമ്പോൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3, -4, -8 ഉണ്ട്. പിന്നെ -9ഉം 5ഉം ഉണ്ട്. സോ -9, -8, -4, -3, 5 ഇങ്ങനെ വന്നു. ഇനി എന്ത് ചെയ്യണം? റൈറ്റ് ഹാൻഡ് സൈഡ് പോസിറ്റീവ് വെച്ചിട്ട് 5 എടുക്കുക. 5ൻ്റെ പവർ 2 ആണ്, ഈവൻ ആണ്. ഈവൻ ആയതുകൊണ്ട് സൈൻ ചേഞ്ച് ഉണ്ടാവില്ല. ഇനി -3യുടെ പവർ ഈവൻ ആണ്, സൈൻ ചേഞ്ച് ഇല്ല. -4ൻ്റെ പവർ ഈവൻ ആണ്, സൈൻ ചേഞ്ച് ഇല്ല. ദെൻ -8ൻ്റെ പവർ ഈവൻ ആണ്, സൈൻ ചേഞ്ച് ഇല്ല. -9ൻ്റെ പവർ ഓഡാണ്, സോ സൈൻ ചേഞ്ച്. സോ ഇവിടെ നിന്ന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് തന്നെ ഈ പോസിറ്റീവ് റീജിയൻസ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഉണ്ടല്ലോ, ന്യൂമറേറ്ററിലുള്ള ക്രിട്ടിക്കൽ പോയിൻറ്റ്സിൽ ഹോളോ സർക്കിൾ ആയിരിക്കും. അതായത് 5ഉം -9ഉം ഹോളോ സർക്കിൾ ആയിരിക്കും. ബാക്കിയുള്ളതെല്ലാം ഡാർക്ക് സർക്കിൾ ആയിരിക്കും. അതായത് -8, -4, -3 അതെല്ലാം ഡാർക്ക് സർക്കിൾ ആയിരിക്കും. അത് ന്യൂമറേറ്ററിലുള്ള ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ആണ്. ദെൻ ഇനി ഇത് മാർക്ക് ചെയ്യുക. എക്സിൻ്റെ ഇൻ്റർവെൽ റെപ്രസെൻറ്റേഷൻ എഴുതുക. അതായത് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവെൽ -9 ടു ഇൻഫിനിറ്റി ആണ്, -5. ഓക്കെ.